എല്ലാവർക്കും എൻ്റെ മൈ കിറ്റൻസിലേക്ക് സ്വാഗതം. ഞാൻ നേരത്തെ എൻ്റെ വീടും പരിസരമൊക്കെ കാണിച്ചിരുന്നല്ല. ഇപ്പം ഞാൻ ഇന്നലെ കൊണ്ട് എല്ലായിടവും വൃത്തിയാക്കി. അപ്പം ഒന്നും കൂടെ ഇപ്പം ഒന്ന് നല്ല ഭംഗിയല്ലേ കാണാം. അപ്പം കാണിക്കാമെന്ന് വെച്ചത് ദൂരെ കാണുന്നത് എൻ്റെ വീട്. ഇത് നമ്മളുടെ വഴിയാണ്, നമ്മളുടെ സ്വന്തം വഴിയാണ്. ഒരു കണ്ടേ, ഞാനിങ്ങനെ വലിയ കിങ്കരന്മാരെ പോലെ 2 ചെടികളെ ഫ്രണ്ടിൽ നട്ടു വെച്ചിട്ടുണ്ട്. അതാണ്ട് ഒന്ന് ഇതാണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഇലക്ട്രിക് പോസ്റ്റാണ്. പിന്നെ ഇതങ്ങോട്ട് ചെമ്പരത്തി, പിച്ചി, അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇടത്ത് കയറുമ്പോൾ സ്ഥലമുണ്ട്. അപ്പോൾ ആ സ്ഥലം കാണിക്കാം. അവിടെ ഞാൻ കണ്ട ആദ്യം ഒരു മുരിങ്ങയാണ് നിൽക്കുന്നത്. ഇത് ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചാണ്. അന്ന് വിചാരിച്ച് ഭയങ്കരമായിരിക്കും, ഒന്നും ഉണ്ടായില്ല. അതിനെ വെട്ടിക്കളയണം. ഞാനും എൻ്റെ ബ്രദർ, ചേട്ടത്തിയും കൂടെ ഉടൻ തന്നെ ഞങ്ങൾ കന്യാകുമാരി വരെ പോകണമെന്ന് ഇന്ന് പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ എനിക്കിന്ന് പനിയായതുകൊണ്ട് പോയില്ല. ഇനി ഒരു ദിവസം പോകണം. കണ്ട ഇവിടെ കണ്ട ആദ്യം തുടക്കത്തിൽ നിൽക്കുന്നത് നമ്മുടെ എന്തൊന്നാണ് ഇതിനെ പറയുന്നത്, ഇപ്പം മറന്നുപോയി. അയ്യോ എനിക്ക് വയ്യ പൂവാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ വാഴയൊക്കെ നട്ടിരിക്കുന്ന ഇതിൻ്റെ പേര് അഗസ്തി കണ്ടോ, കുറച്ച് പൂത്ത് നിൽക്കുന്നത് തീരുന്നു. അപ്പോൾ ഇനി തുടങ്ങുകയാണ് വീണ്ടും ഒന്നാമത്. ഇത് കണ്ടോ, ഇവിടെ ഒരു വാഴ നിൽക്കുന്നു. പിന്നെ കണ്ടോ ഇവിടെ നമ്മുടെ അവക്കാട ഇത്രയും വലുതായി കണ്ടോ. ഞാൻ കഴിച്ചിട്ട് അവക്കാടയാണ് കുരു വിട്ടത്. ഇതൊരു ചെടിയാണിത്, ഒരു ചെടിയാണ്. അതങ്ങ് പൊങ്ങിപ്പോയി. ഞാൻ അവക്കാട നല്ല ഭംഗിയായിട്ട് കിളുത്തു. പിന്നെ ഒരു മാവ്, പതിമാവ് വാങ്ങിച്ചുകൊണ്ട് വെച്ചാണ്, ചീത്തയാണത്. അവൻ എന്നെ പറ്റിച്ചാണ്, അതാണ് എനിക്ക് മനസ്സിലായി. പിന്നെ ചെമ്പരത്തി, അപ്പുറത്തെ മാവ് ഞാൻ കഴിച്ചിട്ടിട്ടതാണ്. പിന്നെ അപ്പുറത്തെ വീടിൻ്റെ കൊച്ചിൻ്റെ അവിടെ നിന്ന് ഞാൻ 3-4-5 സീനിയ കൊണ്ടുവച്ച കുഞ്ഞായിട്ട്. ഒന്ന് 2 ബാക്കിയെല്ലാം 3 പന്നി കയറി നശിപ്പിച്ചു. ഇവിടെ പന്നിയുടെ ശല്യം ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. ഇവിടെ 2 ചെമ്പരത്തി ഞാൻ ഇങ്ങനെ നട്ടിട്ടുണ്ട്. ഒന്നിവിടെ. പിന്നെ ഇവിടെ ക്രിസ്മസ് ട്രീ ആയിട്ട് ഡെക്കറേറ്റ് ചെയ്യാവുന്ന ഒരു പ്ലാന്റാണിത്. ഇതിപ്പം ചെടിച്ചട്ടിയിലാണ് വെച്ചിരുന്നത്. ഇപ്പം ഇങ്ങോട്ട് എടുത്ത് വെച്ച് വലുതായി. ഇപ്പുറത്തെ ഒരു പാമാണ്. ഇതിലും ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും ക്രിസ്മസ് ട്രീ ആയിട്ട്. ഇതിനൊക്കെ മെനക്കെടാൻ ആൾ വേണമെങ്കിലേ പറ്റുള്ളൂ. ഇത് ഞാനിവിടെ കൊണ്ട് നട്ടിരിക്കുന്ന ഒരു പേരയാണ്. ഇത് കണ്ടില്ലേ, ഈ പേരയ്ക്ക് ഞാൻ പണ്ടൊരെണ്ണം കാണിച്ചായിരുന്നു. ഒരെണ്ണേ കിളുത്തുള്ളൂ. ഇത് കണ്ടു, ഇതിൻ്റെ നിറം കണ്ടില്ലേ. ഇത് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇതിപ്പം വെയിലൊന്നും കൊള്ളാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇതിങ്ങനെ നിൽക്കുന്നത്. ഇത് കുറേ ചെടി. പിന്നെ അത് നമ്മുടെ റോഡ്. ഇത് കണ്ട വാഴ. പിന്നെ ഇവിടെ മുഴുവൻ ഇവിടെ എല്ലാം നല്ല ഭംഗിയാക്കി വൃത്തിയാക്കി കണ്ടോ. കുറച്ച് രൂപ പോയി, എത്രയേ ഉള്ളൂ. ഇനിയും മഴ പെയ്യും, ചെടിയും കിളുക്കും. ഇനി ഇത് തന്നെ ജോലി. ഇത് കണ്ടോ, ഇതൊരു മാവിയാണ്. ഇത് കോട്ടുകോണം മാവാണ്. ഇത് ഞാൻ ഒരു കോട്ടുകോണം മാങ്ങ കഴിച്ചിട്ട് കിളുത്തപ്പോൾ കൊണ്ട് നട്ടേന്. ഇത് ചെമ്പരത്തി. ഇതിങ്ങനെ വന്നിട്ട് വീണ്ടും ഒരു അവക്കാഡോ. അത് നന്നായിട്ട് കിളുത്ത് വരുന്നുണ്ട്. ഇനി ഉണ്ടാകുമ്പോൾ വേണം. അവക്കാഡോയുടെ വെണ്ണപ്പഴം എന്നല്ലേ പറയുന്നത്. നല്ലതാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. എൻ്റെ മണിയൻ വന്ന് ജൂൺ. പിന്നെ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതൊരു കുറ്റി എന്തോന്ന് കുരുമുളകാണ് കണ്ടോ. അത് 2-3 ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വേണ്ട ഒരു റംബുട്ടാൻ, ചെമ്പരത്തി. പിന്നെ അങ്ങറ്റത്തത് ഞാൻ നേരത്തെ കാണിച്ച മാവിൻ്റെ കൂടെ കൊണ്ടുവന്ന് നട്ടതാണ്. ഇത് കിളുത്തു, പക്ഷേ മാവ് പോയി. ഇത് കണ്ട് ഇത്രയും പൊങ്ങിനെയും കാട്ടി പൊക്കുമായി. ഇനിയിപ്പം വളമൊക്കെ ഇട്ട് കൊടുക്കണം, അപ്പം കിളുക്കുമായിരിക്കും, കായ്ക്കും. ഇതൊരു നെല്ലിമരമാണ്. ഇതും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. പക്ഷേ ഇതങ്ങോട്ട് പരിപോഷിച്ചില്ല. എന്താണോ എന്തോ, ചിലതൊക്കെ ശരിയാവില്ല. ഇതൊരു തെങ്ങ്. പിന്നെ ഇവിടുത്തെ കാർഷികൻ്റെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. ചീത്തയാണ്ട് ഞാൻ വെട്ടിക്കളയാൻ പറഞ്ഞപ്പം ഇവിടെ ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞു 1 വർഷം നോക്കാമെന്ന് പറഞ്ഞു. എനിക്ക് ശരിയായിട്ട് അഭിപ്രായം മാനിച്ചില്ലെന്ന് വേണ്ട. ഇവിടെ ഒരു മാവ്. പിന്നെ ഇവിടെ വാഴ. ഇവിടെ ഒരു റംബുട്ടാൻ. പിന്നെയും ഒരു മാവ്. ഇത് ഞാൻ നേരത്തെ ഒടിച്ച് കളഞ്ഞതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് മോൾഭാഗം ഒടിച്ച് കളഞ്ഞപ്പോൾ അത് പരന്നു വന്നു. പിന്നെ വീണ്ടും ഇവിടെ ഒരു നെല്ലിമരമുണ്ട്. അതിനെ മറ്റേ നെല്ലിമരത്തിനെയും കാട്ടി ബെറ്ററാണെന്ന് തോന്നുന്നു. ചിലപ്പോൾ കിളുത്ത് വരുമായിരിക്കും. വീണ്ടും ഒരു മാവ്. പിന്നെ ഇതൊരു കുഞ്ഞ് തെങ്ങ്. ഞാൻ എൻ്റെ ബ്രദറിൻ്റെ വീട്ടിൽ നിന്ന് തേങ്ങ അന്ന് ഞാൻ കൊണ്ട് നട്ടു വെച്ചാണ്. ഇതുപോലത്തെ 2-3 നട്ടിരുന്നു. അതെല്ലാം പന്നി മാന്തിക്കൊണ്ട് പോയി. പിന്നെ കണ്ടേ, ഇത് കാർഷികത്തിൻ്റെ അവിടെ നിന്ന് കിട്ടിയത് തന്നെ. ഇത് നമ്മളുടെ മോറിസ്. ഒരെണ്ണം വെട്ടിക്കൊണ്ട് വെച്ചിരിക്കുന്നത്. വിളഞ്ഞൊന്നും അല്ലെന്ന് തോന്നുന്നു, ഒടിഞ്ഞ് വീണപ്പം കൊണ്ട് വെട്ടി വെച്ച്. ഇത് വേറൊരു മോറിസ്. നല്ലപോലെ പൊടിഞ്ഞ് വീണില്ലെങ്കിൽ നമുക്ക് പഴിക്കുമ്പം പറിക്കാം. പിന്നെ ഇവിടെ 3-4 ഏത്തക്കോല നിൽപ്പുണ്ട്. കണ്ടേ, ഒരെണ്ണം ഇന്നലെ ഒടിഞ്ഞ് വീണ് കേട്ടോ. ഇതിവിടെ ഒന്നും
ശരിയാകത്തില്ലെന്നേ. ഇതുകൊണ്ടൊരു കൊല, ഇതുകൊണ്ടൊരു കൊല. ഇപ്പോൾ ഇവിടെ 4 കൊല കാണേണ്ടതാണ്. ഇവിടെ ഇപ്പം 4 കൊലയും ഉണ്ട്. ഇതുകൊണ്ടൊരു കൊല, അല്ല ഇതും ഒരു കൊല. പിന്നെ ഇങ്ങനെ കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇപ്പം നല്ല ഭംഗിയുണ്ട്. ഇവിടെ ഇത്തിരി കരിക്കാൻ വേണ്ടി കൂട്ടിയിട്ടിരിക്കുക. ഇന്നലെ തീ കത്തിച്ച്, ഇന്നിനി കത്തിക്കണം. വൈകിട്ടാകുമ്പോഴാണ് കത്തിക്കുന്നത്, അപ്പം കൊതുകും പോകുമല്ലോ. പിന്നെ അതാണ്ട് ഇങ്ങനെ ഇവിടെ വന്ന് നമ്മളുടെ മാവിനെ എപ്പോഴും കാണിക്കുന്നത്, മാവ് പൂത്തില്ല എന്ന് പറഞ്ഞ് മാവിൻ്റെ മോൾ ഭാഗം ഒരറ്റം പൂത്തിരിക്കുന്നുണ്ട്. അവിടെ മോൾ ഭാഗം കുറച്ച് എന്താണ് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, കുറച്ച് കരിഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മുടെ പ്രെയർ പ്ലാന്റ് ഇതിവർ ഇങ്ങോട്ട് നീക്കി വെച്ചിരിക്കുക ജോലിക്കാരെ. അപ്പം ഞാനിങ്ങോട്ട് തിരിച്ചെടുത്ത് നീക്കി വെച്ച്, അവൻ ജോലി ചെയ്യാൻ സൗകര്യത്തിന് വേണ്ടി നീക്കി വെച്ചതാണ്. അവൻ എല്ലാ ചെടികളും നശിപ്പിക്കുന്ന ഒരുത്തനാണ് കേട്ടോ. ഭയങ്കര നശിപ്പുകാരനാണ്. അവന് ചെടിയൊന്നും ഇഷ്ടമല്ല. അങ്ങനെ ഒരു എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ ആദ്യമായിട്ട് എനിക്കൊരു പപ്പമരം പെണ്ണായി നിൽക്കുകയാണ്. ഇത് പെണ്ണാണെന്നാണ് എൻ്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ കമ്പ് പോലെ വരുമല്ലോ. ഇതിപ്പം എൻ്റെ ഒരു പൂ ഇങ്ങനെയല്ലേ നിൽക്കുന്നത്. അപ്പം ആണല്ല പെണ്ണാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ ഒരു തെങ്ങ്, പിന്നെ നമ്മുടെ വഴി, പിന്നെ എൻ്റെ പ്രശസ്തമായ കിണറിൽ ഞാൻ ടാങ്കൊക്കെ വെച്ചായിരുന്നല്ലോ. അതപ്പോൾ അതിൽ നിന്ന് ഞാൻ വെള്ളം ഒഴിക്കും ഇതിലെ ചെടിക്കൊക്കെ. ഞാനിവിടെ 4 ഹാങ്ങിങ്ങിനുള്ള പ്രൊവിഷൻ ഇട്ടായിരുന്നു ഈ ടാങ്ക് കെട്ടിയിരിക്കുന്നത്. 2 കൊണ്ട് തൂക്കി വയ്യാത്തതുകൊണ്ടാണ് കേട്ടോ തൂക്കാത്തത്. അതുകൊണ്ട് ഇത് ചെമ്പരത്തി, ഇത് നല്ല ചെടിയണ്ട. കണ്ടാൽ തോന്നും നമ്മളിത് എന്താണെന്ന് തോന്നുന്നു, പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നു. അങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ചെടി. പിന്നെ ഇവിടെ ഒരു മഹാഗണി അല്ലേ ഇത്. ഈ പേര് പറയാൻ നോക്കുമ്പോഴത്തേക്ക് അങ്ങ് മറന്നു പോകും. എന്താണെന്നാണ് ഇതിൻ്റെ പേര്, കരിതൊച്ചി. അതെ. പിന്നെ നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവിടെ ഇതൊരു പ്രോപ്പർട്ടിയുടെ അതിരാണ്. ഇതൊക്കെ മോൻ്റെ തന്നെയാണ്. അപ്പോൾ എന്താണ്ട് ഇത് ഇവിടെ ഒരു മാവ് മോൻ ഈ പ്രോപ്പർട്ടി വാങ്ങിച്ചപ്പോൾ ഞാൻ കൊണ്ട് നട്ടതാണ്. ഇതിൻ്റെ എന്തോന്ന് ഓൾ സീസൺ എന്നാണ് പറഞ്ഞത്. 1-2 മാങ്ങ ഉണ്ടായിട്ടുണ്ട് ഇതിൽ, ഇത്തിരി ഉള്ളെങ്കിലും. പക്ഷേ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. പിന്നെ ഇവിടെ ഇങ്ങനെ എൻ്റെ ശംഖുപുഷ്പം നിറച്ച് നിന്നത് മുഴുവൻ അവൻ വെട്ടിക്കളഞ്ഞു കേട്ടോ. ഞാൻ പറഞ്ഞില്ല, അവനൊരു യൂസ്ലെസ് ആണ് അത് കാര്യത്തിലൊക്കെ കുട്ടപ്പൻ. പിന്നെ നല്ല കരിമ്പ്, അതിനെ ഒന്നിനെ ഒടിച്ചിട്ടിരിക്കുന്നു. ഇതിനെ ഇപ്പോൾ ഒന്ന് കെട്ടി വയ്ക്കണം. പിന്നെ അതാണ്ട് എൻ്റെ പൂച്ചക്കുട്ടന്മാരെല്ലാവർക്കും കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഒരുത്തൻ കയറി കിടക്കുന്നുണ്ട്, അവൻ്റെ പേരാണ് ഇവനാരാണ്, സുഖ. പിന്നെ കണ്ട ഇതൊക്കെ ഇത് വാഴകളൊക്കെ കൊലയ്ക്കും തറയെ തനിയെ വീണ് പൊട്ടുകയും ചെയ്യും. നോക്കിയിട്ട് കാര്യമില്ല. ഇത് പന്നി മാന്തി ഇട്ടിരുന്നതാണ്. ഇപ്പോൾ അയാൾ ജോലിക്ക് വന്നപ്പോൾ അതിനെ ഞാൻ ശരിയാക്കിച്ച് വെച്ച്. ഇതും അതുപോലെ മാന്തി ഇട്ടിരുന്നതാണ്. പിന്നെ അവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ട്. അത് മാന്താൻ ശ്രമിച്ചു, പക്ഷേ മാന്തിയില്ല. ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നു, അതിനെ കംപ്ലീറ്റ് മാന്തി എടുത്തുകൊണ്ട് പോയി. അതിൻ്റെ തേങ്ങയൊക്കെ തിന്നത് പന്നി എന്താണോ എന്തോ എനിക്കറിഞ്ഞൂടാ. പിന്നെ ഇവിടെ കാട് വെട്ടിയപ്പോൾ നിറച്ച് തുളസിക്കാടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് കുറച്ച് തുളസി റീറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചിങ്ങനെ നിർത്തിയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കാണുന്ന എൻ്റെ വീടിൻ്റെ മതിൽ, അവിടെ ഞാൻ കുറച്ച് വെർട്ടിക്കൽ പ്ലാന്റ് വെച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ നല്ല സ്റ്റാമിന ആയിരുന്നപ്പോഴൊക്കെ വെച്ച്, ഇപ്പോൾ ഒന്നും വയ്യ. പിന്നെ ഇവിടെ ഒരു മാവും റംബൂട്ടാനും കൂടെ നിൽക്കുന്നത് മോൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഒരു കാർ ഷെഡ്, നമ്മൾ പുതിയൊരു കാറ് വാങ്ങിച്ചപ്പം ഒരു കാർ ഷെഡ് കൂടെ ഉണ്ടാക്കി ഇവിടെ. അല്ല പിന്നെ കാറ് കൊണ്ടിടാൻ സ്ഥലമില്ല. ഇതും എൻ്റെ ഇളയ മോൻ്റെ 2 മോട്ടോർ സൈക്കിളാണ്. ഇനി ഒന്നും കൂടെ ഉണ്ട്, അകത്തിരിക്കുന്നു. ഇത് നമ്മുടെ പ്ലാവാണ്. പ്ലാവിൽ ഇപ്രാവശ്യം ചക്കയെല്ലാം നാശമായി. ഇപ്പോൾ ആരുടെ കണ്ണാണ്, എല്ലാം ചീഞ്ഞ് തറ വീണു, ഒന്നിനും കൊള്ളൂല. പിന്നെ നമ്മുടെ സ്ഥലം ഇങ്ങനെ കാണിക്കാം. കാക്ക കടന്ന് ബഹളം ഉണ്ടാക്കുന്നു. കാക്കയ്ക്കുമൊക്കെ ഫുഡ് കൊടുത്തതാണ് ഞാൻ. ഇവിടെ എൻ്റെ പനിക്കൂർക്കുണ്ട്, എണ്ണ കാച്ചാൻ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ എൻ്റെ ജൂൺ കളിക്കുന്നുണ്ട്. പിന്നെ കണ്ട് ഇവിടെ ഇതിൻ്റെ ഇടയ്ക്കൊരു ജാമ്പയുണ്ട്. ഇതിനിങ്ങനെ ചുമ്മാ എല്ലാം നട്ടൊക്കെ വയ്ക്കും. പിന്നെ നമ്മളുടെ പിച്ചി കാണണ്ടേ, പിച്ചിയും തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടൊന്നും പിച്ചിയാണ്. അവരെല്ലാവരും കുഞ്ഞാണെങ്കിലും 1-2 മുട്ടൊക്കെ കാണും. ഇങ്ങനെ നിർത്തിയിരിക്കുന്നു. കുറച്ചുകൂടെ എങ്ങായിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാക്കായിരുന്നു. ഇനിയിപ്പോൾ പോകാൻ സമയമായല്ലോ. ഇങ്ങനെ പിന്നെ അതാണ്ട് ഇവിടെ ഒരു പിച്ചിയുണ്ട്.
അതാണ് വലിയ പിച്ച്. ഇതിലെന്നും നല്ല പൂവ് കിട്ടുന്നതാണ്. ഇന്ന് 5-6 മുട്ട കിട്ടിയുള്ളൂ. നിറച്ച് 10-40 മുട്ട വരെ കിട്ടിയിരുന്നതാണ്. ഇതാണ്ട് ഇവിടെ ഒരു പൂവും കൂടെ നിൽക്കും, മുട്ടും കൂടെ നിൽക്കുന്നത്. ഞാൻ പറിച്ചുകൊണ്ട് പോകും. പിന്നെ അതാണ്ട് ഇങ്ങനെ ഇത് ഞാൻ ഇപ്പോൾ പൂവെല്ലാം പറിച്ച് കഴിഞ്ഞ് പടത്തിൽ വയ്ക്കാൻ വേണ്ടിയ പൂവെല്ലാം പറിച്ചതുകൊണ്ടാണ് ഒന്നും കാണാത്തതുകൊണ്ട് ഇതൊരു നോക്കിയ ഒരു കൊല. ഇതൊരു പൂവൻ കൊലയാണ്. ഇതെപ്പോഴാണ് വന്ന് വീഴുന്നതെന്ന് എനിക്ക് അറിഞ്ഞില്ല. അതുകൊണ്ട് അങ്ങനെ സ്ലാൻഡായിട്ട് നിൽക്കുന്ന കണ്ടോ. അപ്പോൾ ഇതൊരു വിചിത്രം കണ്ടോ. കൊല ഉണ്ടായതിന് ശേഷം ഇത് വീണ്ടും ഇതിൻ്റെ പിന്നെ കൂമ്പിൻ്റെ അവിടെ വീണ്ടും പഴമുണ്ടായി. ഇതെങ്ങനെയെങ്കിലും പിടിച്ച് കെട്ടണമെന്ന് വിചാരിക്കുന്ന, ആരെ കിട്ടുമോ എന്തോ. പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ചെമ്പരത്തി എല്ലാം പൂവൊക്കെ ഞാൻ പറിച്ചുകൊണ്ട് പോയതുകൊണ്ട് ചെമ്പരത്തിക്ക് വിഷമമൊന്നുമില്ല, പടത്തി വയ്ക്കാനല്ലേ. പിന്നെ വീട്ടിൻ്റെ അങ്ങോട്ട് കയറുന്നു. ഇവിടെ നല്ല നിത്യ കല്യാണി, വെള്ള കല്യാണി അങ്ങനെ നിൽക്കുന്നു. പിന്നെ നമ്മുടെ കാറ്, നമ്മുടെ സിംഹം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കുറച്ച് വെർട്ടിക്കലുണ്ട്. ഇത് മോൻ്റെ മോട്ടോർ സൈക്കിളാണ്. എന്താ കണ്ട 2 കൊല ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുക. ഇന്നലെ ഒടിഞ്ഞു വീണതും അല്ലാത്തവരും 2 ഒടിഞ്ഞു വീണ തന്നെ. ഇതാണ് ഫ്രണ്ടേജൊക്കെ. പിന്നെ അങ്ങോട്ട് പോയി കാണിക്കുന്നില്ല. ഇനിയിപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാൻ. എനിക്ക് ശ്വാസം മുട്ടുന്ന സമയമായി. ബൈ.